സ്നേഹിതന്മാർ കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹം കേട്ടോ. കോഴിക്കോട് എയർപോർട്ട് അതിൻ്റെ റൺവേ നമ്മളെ വിമാനം ഇറങ്ങുന്നതും പൊങ്ങണമൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം ഏതായാലും ഒന്ന് സാധിച്ചു. ഒന്ന് ഇവിടെ വന്ന് കറക്റ്റ് കാണാൻ പറ്റിയിട്ടോ. ഇത് ഇവിടെ നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളവരെ നമ്മുടെ കുണ്ടോട്ടി റോഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിൽ അവിടുന്ന് വലത്തോട്ടൊരു ജംഗ്ഷൻ ഉണ്ട്. വലത്തോട്ട് 2 കിലോമീറ്റർ പോയാൽ ഈ ഏരിയ എത്തും കേട്ടോ. അവിടുന്ന് ചോദിച്ചാൽ മതി. ഏതായാലും അടിപൊളി കാഴ്ച കേട്ടോ. റൺവേ ഒക്കെ അടിപൊളിയായിട്ട് നേരിട്ട് അങ്ങനെ കാണാം. ഇൻഡിഗോ ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട്. എന്തായാലും ഇത് നേരിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു കുറേ ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് വിമാനം പൊങ്ങുന്നതും താഴ്ന്നത് കാണാൻ ഇവിടുന്ന് പറ്റൂല. വേറൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കാണാം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റിൻ്റെ തലൻ്റെ മുകളിൽ കൂടി അങ്ങനെ ഇറങ്ങി വരുന്നത്. ഏതായാലും പൊങ്ങുന്ന കാഴ്ച ആദ്യം തന്നെ ഒന്ന് കണ്ടാളിട്ടാ. ഭയങ്കര സൗണ്ടാട്ടോ അത് ഇറങ്ങുമ്പോഴും പോകുമ്പോഴൊക്കെ. ഇത് ഞാൻ ഇറങ്ങുന്ന കാഴ്ച കൂടി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ തലൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇറങ്ങുന്ന കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. ഏതായാലും ഞാനിത് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നതേ. ഞാനിതുവരെ വിമാനത്തിൽ കയറിയിട്ട് പോലുമില്ല. അതുകൊണ്ടാട്ടോ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തേക്ക് റൺവേ കുറച്ച് നീളം കൂട്ടുന്ന കാഴ്ചയുടെ മണ്ണക്കെട്ട് ഇവിടെ കേട്ടോ. ഈ വിമാന അപകടം നടന്ന ഏരിയ ഈ ഭാഗത്താണ്. ഇന്ത്യയിൽ 2 ടേബിൾ ടോപ്പ് എയർപോർട്ടാണുള്ളത്. ഒന്ന് ഇതും അതുപോലെ ഒന്ന് മംഗലാപുരത്ത് കേട്ടോ. ഈ റൺവേയുടെ നീളം വരുന്നത് 2.800 കിലോമീറ്റർ കേട്ടോ. ഏതായാലും നല്ല രസമാട്ടോ ഇവിടെ നിന്ന് കാണാൻ. ഇവിടെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തു കൂടി ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. വൈകിട്ട് കൂടുതലും ഈ ഭാഗത്തു നിന്നാണ് കറക്റ്റ് ടേക്ക് ഓഫ് ആയി പോകുന്നത് കാണാൻ പറ്റുക. അതിൽ 2 എണ്ണത്തിൻ്റെ കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. ഇവിടുത്തെ ആളുകൾ പറഞ്ഞതാട്ടോ, രാവിലെ വന്നാൽ ഈ ഭാഗത്തു കൂടി ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് പൊങ്ങുന്ന കാഴ്ച, ഈ റൺവേൻ്റെ മുകളിൽ നിന്ന് പിടുത്തപ്പെടുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയില്ല. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ 3-4 ഫ്ലൈറ്റ് രാവിലെ ഈ ഭാഗത്തു കൂടി ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. വൈകിട്ടാണ് കൂടുതൽ ഫ്ലൈറ്റ് ഉള്ളത്. രാത്രിയിലൊക്കെ അടിപൊളി കാഴ്ച എന്നല്ല പറഞ്ഞത്. 8 മണി വരെ നല്ല ഉഷാറ് കാഴ്ചയാണ്. അതിന് ശേഷം ഇവിടുന്ന് ആളുകളൊക്കെ മടങ്ങിപ്പോകും. അതുവരെ ഇവിടെ ആളുകളൊക്കെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നല്ല ഹരാട്ടോ. ഒരു ശാന്തസുന്ദരമായ ഒരു ഏരിയയാണ് ഇവിടെ. കുറേ കാടും മരങ്ങളൊക്കെ കൂടിയാണ് കലർന്ന് നിൽക്കുന്നൊരു ഏരിയ. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കാൻ. പൊട്ട വെയിലത്ത് വന്നിട്ട് കാര്യമില്ല കേട്ടോ. നട്ടുച്ച സമയത്ത് ഫ്ലൈറ്റുകൾ വളരെ കുറവാണ്. ഒന്നുകിൽ വൈകിട്ട് വരിക, അല്ലെങ്കിൽ രാവിലെ വരിക. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത്, ഒരുപാട് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ കമൻറ്റിൽ ഇങ്ങനെ കേൾക്കട്ടോ, ഈ കാലിക്കറ്റ് എയർപോർട്ട് എന്നാ മലപ്പുറത്ത് വന്നെന്നുള്ളത്. അതിനുത്തരം കറക്റ്റ് അറിയില്ല. എന്നാലും കോഴിക്കോട് നഗരത്തിലെ ആ ഒരു ഏരിയയിൽ കറക്റ്റായിട്ടുള്ള സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. കാലിക്കറ്റ് കോഴിക്കോട് ജില്ലയുടെ എയർപോർട്ടാണ്. അത് മലപ്പുറം ജില്ലയുടെ ഒരു ബോർഡർ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുറച്ച് വിട്ടിട്ട് തന്നെയാണ്. നല്ലൊരു ഏരിയ ആണ്. എയർപോർട്ടിന് പറ്റിയൊരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു. ഏതായാലും വേണ്ടിയില്ല. കാലിക്കറ്റ് ആയാലും മലപ്പുറം ആയാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലല്ലേ, അത് മതി. കാലിക്കറ്റിന് പാസ്സായതുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയാം കേട്ടോ. ഏതായാലും സ്നേഹിതന്മാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്താളി. സബ് ചെയ്യാത്തതൊക്കെ ചെയ്താളി. വീഡിയോ ഇഷ്ടപ്പെടാത്ത എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വേണ്ടിയില്ല. ഒരാഗ്രഹം അവിടെ സാധിച്ചു.